ഡൽഹിയും ഗുജറാത്തും തമ്മിലാണ് ഇന്ന് മത്സരം നടന്നത്. ഈ ഒരു മാച്ചിൽ ഡൽഹി ജയിച്ചിരിക്കുകയാണ്. ഋഷഭ് പന്ത് മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. ഇന്ന് ഡൽഹി കളി ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. പ്ലേ ഓഫ് ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഈ 4 ടീമുകളായിരിക്കും പ്ലേ ഓഫിലെത്താൻ പോകുന്നത്. അപ്പോൾ 10 ടീമിന്റെയും ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുജറാത്ത് ഇന്ന് തോറ്റത് കൊണ്ട് തന്നെ പുറത്തേക്കുള്ള വഴി തുറന്നിട്ടിരിക്കുകയാണ്. ഇനി അവർക്ക് പ്ലേ ഓഫിലെത്താൻ ഈസിയല്ല. നിലവിലവർ 9 മാച്ച് കളിച്ചു കഴിഞ്ഞു. 8 പോയിന്റ് മാത്രമേ അവർക്കുള്ളൂ. ഡൽഹി ജയിച്ചതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് പ്രതീക്ഷ കൂട്ടിയിരിക്കുകയാണ്. ഡൽഹിക്ക് ഇപ്പോൾ 8 പോയിന്റ് ആയിട്ടുണ്ട്. നിലവിലിപ്പോൾ 8 പോയിന്റ് ഉള്ളത് CSK, ഗുജറാത്ത്, ഡൽഹി ഈ ടീമുകൾക്കാണ്. പക്ഷേ ചെന്നൈ 8 മാച്ചിൽ നിന്നാണ് 8 പോയിന്റ്. എന്നാൽ ഡൽഹിയും ഗുജറാത്തും അങ്ങനെയല്ല. അതുകൊണ്ട് CSK ടീമിന് തന്നെയാണ് പ്ലേ ഓഫ് പ്രതീക്ഷ കൂടുതൽ. ചെന്നൈക്ക് ഇനി ബാക്കിയുള്ള 6 മാച്ചിലെ 4 എണ്ണത്തിൽ ജയിച്ചാൽ പ്ലേ ഓഫിലെത്താം. ഒരു ടീമിന് പ്ലേ ഓഫിലെത്തണമെങ്കിൽ 16 പോയിന്റ് വേണം. ഇനി പഞ്ചാബ്, RCB ഈ ടീമുകൾ പുറത്തായിരിക്കുകയാണ്. ഇവർ ഇനി കയറി വരാൻ 10% മാത്രമേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് അവരെ മാറ്റി നിർത്താം. നിലവിലിപ്പോൾ ഒരു സ്ലോട്ട് ബുക്കായിരിക്കുകയാണ്. അത് രാജസ്ഥാനാണ്. 14 പോയിന്റ് രാജസ്ഥാൻ നേടിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒരു മാച്ച് മാത്രമേ രാജസ്ഥാന് ജയിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പാക്കി. ഇനി ബാക്കി 3 സ്ലോട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടി മത്സരിക്കുന്നത് KKR, SRH, ലക്നൗ, CSK ഈ ടീമുകളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് കൊൽക്കത്ത, SRH ഈ ടീമിനാണ്. ഈ 2 ടീമിനും 10 പോയിന്റ് ഉണ്ട്. ഇവർ ഇതുവരെ 7 മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. എന്നാൽ ലക്നൗ ആകട്ടെ 8 മാച്ചിൽ നിന്നാണ് 10 പോയിന്റ് നേടിയിരിക്കുന്നത്. അതുകൊണ്ട് 4ാം സ്ഥാനത്തിന് വേണ്ടിയായിരിക്കും ഇനി മത്സരം നടക്കാൻ പോകുന്നത്. CSK അല്ലെങ്കിൽ ലക്നൗ ഇവരിൽ ഒരാളായിരിക്കും 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക. പ്ലേ ഓഫിലെ ആദ്യത്തെ 3 ടീമുകൾ രാജസ്ഥാൻ, കൊൽക്കത്ത, SRH ഇവരായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.